ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 33-ാം ദിവസത്തിലേക്ക്, അവസാനത്തെ ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെല്ലാവരും കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പ്രതിഷ്ഠാജപം എല്ലാം എഴുതി അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് അച്ഛൻ വിശ്വസിക്കുക. ഒരു സൈഡിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറു സൈഡിൽ ധാരാളം പുണ്യപ്രവർത്തികളും ധാരാളം പ്രാർത്ഥനകളും ജപിച്ച് അമ്മയ്ക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് കൊടുക്കുവാൻ റെഡിയായിരിക്കുന്ന അവസാനത്തെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ അവസാനത്തെ ദിവസം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് അമ്മ മാതാവിന് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നതിലൂടെ നാം എന്തൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. പരിപൂർണ സമർപ്പണത്തിലൂടെ ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയും ഏതൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിച്ച വ്യക്തിയെ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ ലോകത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഭക്തി മുഴുവനും വെളിപ്പെടുത്താനായിട്ട് തൻ്റെ ജീവിതം മുഴുവനും ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ മോൺഫോർട്ട്. അദ്ദേഹം ഈ ഭൂമിയിൽ ഏകദേശം 43 വർഷക്കാലം മാത്രമാണ് ജീവിച്ചത്. ഈ ജീവിച്ച വർഷക്കാലം മുഴുവനും പരിശുദ്ധി അമ്മയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ, അമ്മയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമോ, ആ അനുഭവിച്ചറിഞ്ഞ അമ്മയെ, മനസ്സിലാക്കിയ അമ്മയെ എന്തുമാത്രം ലോകത്ത് പ്രചരിപ്പിക്കാനായിട്ട് പറ്റുമോ, ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റുമോ, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ മോൺഫോർട്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് സഭയിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയൊരു പാഷാണ്ഡതയാണ് ജാൻസീനിയം പാഷാണ്ഡത. ഈ പാഷാണ്ഡതയിലൂടെ കത്തോലിക്ക സഭയെ മുഴുവനും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ മോൺഫോർട്ട് ചെയ്തൊരു കാര്യം, പരിശുദ്ധി അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭക്തി ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന പാഷാണ്ഡതയെ എടുത്ത് തകർത്ത് കളയുന്ന കാഴ്ച ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് ഇതിനോട് ചേർത്ത് പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമാണ്. ദൈവപിതാവ് പരിശുദ്ധി അമ്മയെ മുഴുവനും വെളിപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റും. പരിശുദ്ധി അമ്മയെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് എടുത്ത് കാണിക്കുക. പക്ഷേ ഈ എടുത്ത് കാണിച്ചിരിക്കുന്ന പരിശുദ്ധി അമ്മയെ വെച്ച് നോക്കുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറഞ്ഞിരിക്കുന്ന പരിശുദ്ധി അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ അത്രമാത്രം പരിശുദ്ധി അമ്മ മാതാവ് രഹസ്യാത്മകമായിട്ട് മാറ്റിവെച്ചിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്: ക്രിസ്തു വേണ്ട വിധം അറിയപ്പെടാത്തതിൻ്റെ കാരണം അവിടുത്തെ അമ്മ വേണ്ട വിധം അറിയപ്പെട്ടിട്ടില്ല. കേട്ടെ, ക്രിസ്തു ഈ ലോകത്തിൽ വേണ്ട വിധം അറിയപ്പെടാത്തതിൻ്റെ കാരണം പരിശുദ്ധി അമ്മ ഈ ലോകത്തിൽ വേണ്ട വിധം അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ മോൺഫോർട്ട് വീണ്ടും ഇപ്രകാരം ചേർത്ത് വെക്കുന്നു: യുഗാന്ത്യ നാളുകളിൽ മറിയം അറിയപ്പെടുന്നത് വഴിയായിരിക്കും ക്രിസ്തു മഹത്വപൂർണനായിട്ട് അറിയപ്പെടാനായിട്ട് പോകുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞുകൊള്ളുക, രഹസ്യമാക്കി പിതാവായ ദൈവം വെച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനെ മഹത്വീകരിക്കപ്പെടുന്നതിലൂടെ, വെളിപ്പെടുന്നതിലൂടെയാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ എല്ലാവരും തിരിച്ചറിയാനായിട്ട് പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാനായിട്ട് പറ്റും, രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി, യേശുക്രിസ്തുവിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി പരിശുദ്ധി അമ്മ മാതാവാ. ഈ അമ്മ മാതാവ് തന്നെയായിരിക്കും ഈശോയുടെ
രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാനായിട്ട് പോകുന്ന വ്യക്തി, സഭയുടെ ജനനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തി പരിശുദ്ധി അമ്മ മാതാവാണെങ്കിൽ, ഈ സഭയുടെ മഹത്വീകരണത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്ന വ്യക്തിയും ഈ പരിശുദ്ധി അമ്മയായിരിക്കും. ഈശോയുടെ ആദ്യ വരവിന് ഏറ്റവും വലിയ മാർഗമായി തീർന്ന, മധ്യമായി തീർന്ന, മധ്യസ്ഥയായി തീർന്ന വ്യക്തി പരിശുദ്ധി അമ്മ മാതാവാണെങ്കിൽ, ഈ അമ്മ തന്നെയായിരിക്കും ഈശോയുടെ രണ്ടാം വരവിലും ഏറ്റവും വലിയ മധ്യസ്ഥയായി തീരാൻ പോകുന്ന, മാർഗമായി തീരാനായിട്ട് പോകുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹാലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹാലേലൂയാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധി അമ്മ അവസാന കാലഘട്ടത്തിൽ മഹത്വീകരിക്കപ്പെടാനായിട്ട് പോകും. അതിലൂടെ ലോകത്ത് മുഴുവനും ക്രിസ്തു അറിയപ്പെടാനും തുടങ്ങുമെന്നുള്ള സത്യം നമ്മൾ ഓരോ വ്യക്തികളും ഇന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം, ഏറ്റവും വിലയുള്ള പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഏതാണ് എന്ന് ഓരോ ക്രൈസ്തവ മക്കളും തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമല്ല അമ്മയ്ക്ക് കൊടുക്കണ്ടേ, മറിച്ച് അമ്മയ്ക്കിഷ്ടമുള്ള ഒരു സമ്മാനം നമ്മൾ ഓരോരുത്തരും മക്കളായി നമ്മൾ കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വലിപ്പമുള്ള സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിയും തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തമായി തീരുക, അമ്മയുടെ കുഞ്ഞായി തീരുക, അമ്മയുടെ മാത്രമായി തീരുക. ഇതാണ് ഒരു ക്രൈസ്തവന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിപ്പമുള്ളതും ശ്രേഷ്ഠവുമായിട്ടുള്ള സമ്മാനം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ 33 ദിവസം നമ്മൾ എന്ത് ചെയ്തേ? ഈ അമ്മയ്ക്ക് ഈ സമ്മാനം കൊടുക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ പരിപൂർണമായിട്ട് ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കേ, ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ആത്മീയ അവസ്ഥ, ആത്മീയ തലം അത് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് അമ്മയുടെ സ്വന്തമായി തീരുന്ന തലമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും മഹത്തരമായിട്ടുള്ള ആത്മീയ തലം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത അവസ്ഥ അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ആ ജീവിക്കുന്ന, അമ്മയുടെ സ്വന്തമായി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരു ദൈവ പൈതൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവന് ഒരുങ്ങാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത രീതിയാ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ പോകാൻ ഒരു ദൈവ പൈതൽ കൊതിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എടുക്കേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറുക്കു വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണേ. നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത രീതി, ജീവിത മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തമായി തീരുന്ന ജീവിത രീതിയാണ്. പ്രിയപ്പെട്ട മക്കളെ, കേട്ട് നിങ്ങൾ സ്വർഗത്തിലെത്താനായിട്ട്, നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട്, ഈശോയുടെ രണ്ടാം വരവിന് ഒരുങ്ങാനായിട്ട്, അതോടൊപ്പം തന്നെ ഈശോയുടെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ മാതാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാ. ഏറ്റവും നല്ല അഭയ സങ്കേതം എന്ന് പറയുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാ.
ആ വിമല ഹൃദയത്തിന് ഒരു കത്തോലിക്ക ദൈവ പൈതല് ഒരുങ്ങി പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വ്യക്തിയെ തകർക്കാൻ, ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ, ആ വ്യക്തിയെ ഞെരുക്കിക്കളയാനായിട്ട് ഈ ലോകത്തിലെ ഒരു പൈശാചിക ശക്തിക്ക് സാധ്യമല്ല. കാരണം ആ വ്യക്തിയെ പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗത്തിൽ എത്തിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിർഭയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കിക്കേ, ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയൊരു കടമ എന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് പോലും ദൈവത്തെ എപ്പോഴും മഹത്വം കൊടുക്കണം. ദൈവത്തിന് ഏറ്റവും നല്ല മഹത്വം കൊടുക്കാനുള്ള എളുപ്പമാർഗം എന്നറിയണോ മക്കളെ? മറ്റൊന്നുമല്ല, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠിച്ച് അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യപ്രകാരമാ, ഈ ലോകത്തില് അനേക ദൈവമക്കളുണ്ടല്ലോ. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മക്കളെ ഓരോ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുത്തിയിട്ട് ആ വ്യക്തി ആ കാണുന്ന കാര്യങ്ങളുടെ മഹത്വം മുഴുവനും ദൈവപിതാവിന് സമർപ്പിക്കുന്നതിനേക്കാളും വലിപ്പമുള്ള കാര്യമായിരുന്നു യേശു ക്രിസ്തു 30 വർഷക്കാലം പരിശുദ്ധി അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ള അവസ്ഥ. ഈ ഈശോയെ അനുകരിക്കാനായിട്ട് നോക്കുന്ന ഓരോ ദൈവമക്കളും ചെയ്യേണ്ട കാര്യം എന്താ? ഈശോ ചെയ്ത അതേ രീതി. ഈശോ എന്താ ചെയ്തേ? തൻ്റെ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. അപ്പോൾ ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ട കാര്യം എന്താ? തൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, അമ്മയ്ക്ക് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, കടമ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. കാണുന്ന മക്കളെ, പരിശുദ്ധി അമ്മയ്ക്ക് വിധേയപ്പെട്ട് ഈശോ ജീവിച്ചെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ എന്താ ചെയ്യുന്നേ? നമ്മൾ ഈ പരിശുദ്ധി അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥ മരിയാഭക്തി എന്താണ് എന്ന് വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന കാര്യപ്രകാരമാണ്, ഒരുവൻ സോമനസ മറിയത്തിനും അതുവഴി ക്രിസ്തുവിനും തന്നെ സമർപ്പിക്കുകയാണ് യഥാർത്ഥ മരിയാഭക്തി. കേട്ടെ, ഒരു വ്യക്തി സോമനസ മറിയത്തിനും അതുവഴി ക്രിസ്തുവിനും തന്നെ സമർപ്പിക്കുകയാണ് യഥാർത്ഥ മരിയാഭക്തി. ഒരുമിച്ചൊന്നും കൂടി പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നമ്മൾ പരിശുദ്ധി അമ്മ മാതാവിന് പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രതിഷ്ഠിക്കുന്ന ഓരോ വ്യക്തികളും പിന്നീട് ആ വ്യക്തി ചെയ്യുന്ന സൽപ്രവർത്തികൾ, അതിൻ്റെ യോഗ്യതകൾ തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ആവശ്യപ്രകാരം എടുത്തുപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് അത് പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ട് അത് മാറും. മറിയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽകൃത്യങ്ങൾ അത് തൻ്റെ ഇഷ്ടപ്രകാരം എടുത്തും ആവശ്യപ്രകാരം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് അത് മറിയത്തിൻ്റെ സ്വന്തമായിട്ട് മാറും. പ്രതിഷ്ഠിക്കുന്ന ഓരോ ദൈവമക്കളും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അതിൻ്റെ യോഗ്യത അവരുടെ ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ആ സഹനത്തിലൂടെ കിട്ടുന്ന അനന്ത യോഗ്യത അത് തൻ്റെ ഇഷ്ടം പോലെ, ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രതിഷ്ഠിക്കുന്ന ഓരോ ദൈവമക്കളും ചെയ്യുന്ന പുണ്യപ്രവർത്തികള്, കാരുണ്യപ്രവർത്തികള്, നന്മ പ്രവർത്തികള്, സൽപ്രവർത്തികള്, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ യോഗ്യത അവരുടെ ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അവരുടെ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓരോ മനുഷ്യനും ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം ചെയ്യുന്ന കാരുണ്യ നന്മ പ്രവർത്തികൾ പോലെ തന്നെ അവരുടെ പരിശുദ്ധ ബലിയർപ്പണം, പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ അവരുടെ വിശുദ്ധി, ഇതിൻ്റെയൊക്കെ യോഗ്യത അവരുടെ ആവശ്യാനുസരണവും അവരുടെ ഇഷ്ടാനുസരണം അല്ല ഉപയോഗിക്കുന്നേ. മറിച്ച് പരിശുദ്ധി അമ്മ മാതാവ് യേശുക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉപരി മഹത്വത്തിനായിട്ട്, ഉപരി കൃപയ്ക്കായിട്ട്, ഉപരി വിശുദ്ധീകരണത്തിനായിട്ട്, ഉപരി ശുദ്ധീകരണത്തിനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ നാളെ നമ്മൾ അമ്മ മാതാവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബലിയർപ്പണം, നമ്മുടെ നന്മ പ്രവൃത്തി, നമ്മുടെ പുണ്യപ്രവൃത്തി, നമ്മുടെ കാരുണ്യപ്രവൃത്തി, നമ്മുടെ സൽകൃത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്, അതിൻ്റെ എല്ലാം യോഗ്യത അമ്മ മാതാവ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യം എന്നറിയണോ? അമ്മ മാതാവ് പ്രിയപ്പെട്ടവരെ ഉപരി വിശുദ്ധീകരണം, ഉപരി കൃപ, ഉപരി മഹത്വം, ഒപ്പം നമ്മുടെ ശുദ്ധീകരണം ഇതിനായിട്ട് അമ്മ എടുത്ത് ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യം തൻ്റെ ആന്തരിക ജീവിതം മുഴുവനും ഈ പ്രതിഷ്ഠിച്ച മക്കൾക്ക് മുഴുവനും കൊടുക്കുക. മൂന്നാമതായിട്ട് അമ്മ ചെയ്യുന്നത് പ്രസാദപര അവസ്ഥ ആ വ്യക്തിക്ക് ആ നിമിഷം പകർന്നു കൊടുക്കുക. നാലാമത് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം ഇനി തുടങ്ങി ജീവിക്കാനുള്ള ഒരു ശക്തി, ഒരു അഭിഷേകം അവർക്ക് ആ നിമിഷം പകർന്നു കൊടുക്കുക. അഞ്ചാമത് ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട്, മകനായിട്ട്, മകളായിട്ട് ജീവിക്കാൻ അഭിഷേകവും ശക്തിയും കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മുടെ ആവശ്യമല്ല, എല്ലാം അമ്മയ്ക്കാ. അമ്മ അതെന്തിനാ? അതിന് വിട്ടുകൊടുത്തോണം. നമ്മുടെ പ്രാർത്ഥനയും നന്മയും പുണ്യവും എല്ലാ കാര്യവും അമ്മയ്ക്ക് വിട്ടുകൊടുത്തോണം. അതോടൊപ്പം തന്നെ അമ്മയുടെ ആന്തരിക ജീവിതം മുഴുവനും നമ്മൾ നേടിയെടുത്തോണം. പ്രിയപ്പെട്ടവരെ, ഹിതം, ദൈവഹിതം നിറവേറ്റാനുള്ള ശക്തി നേടിയെടുത്തോണം. ദൈവത്തിന് കുഞ്ഞായിട്ട് പിന്നീട് ജീവിക്കാനായിട്ട് തുടങ്ങിക്കോണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഓരോ ദൈവമക്കളും എന്തൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുന്നത് എന്ന് നമ്മൾ ഈ നിമിഷം തിരിച്ചറിയണം. ഒന്നാമതായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ അമ്മയുടെ വിശ്വാസം നമ്മൾ പങ്കുപറ്റുക. അമ്മയുടെ വിശ്വാസം നമ്മൾ പങ്കുപറ്റുക. അമ്മയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? സകല വിശുദ്ധരുടെയും സകല രക്തസാക്ഷികളുടെയും സകല അപ്പസ്തോലന്മാരുടെയും വിശ്വാസത്തെക്കാൾ മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസമാണ് പരിശുദ്ധ അമ്മ മാതാവിനുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധർ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: എല്ലാ വിശുദ്ധരും, എല്ലാ വാഴ്ത്തപ്പെട്ടവരും, എല്ലാ രക്തസാക്ഷികളും, എല്ലാ അപ്പസ്തോലന്മാരുടെയും വിശ്വാസം ഒരുമിച്ച് ചേർത്ത് വെച്ചാലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അമ്മയെന്നും വിശ്വാസത്തിൻ്റെ രാജ്ഞിയെന്നും വിളിക്കാനുള്ള കാരണം അബ്രാഹത്തെക്കാളും അധികമായിട്ടുള്ള വിശ്വാസം, നോഹയെക്കാളും അധികമായിട്ടുള്ള വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച കൊണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഉദരത്തിൽ ഉണ്ണിയേശു ജനിച്ച സമയം തൊട്ട് അവസാനം ഉദ്ധാനം ചെയ്യുന്ന സമയം വരെ അമ്മ മാതാവിന് ഓരോ നിമിഷവും ഉറപ്പുണ്ടായിരുന്നു, ഇത് യഥാർത്ഥത്തിൽ ദൈവപുത്രനാ, ഇത് യേശുക്രിസ്തുവാ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൽ അടിയുറച്ചാണ് ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഈ പരിശുദ്ധ അമ്മ മാതാവ് ജീവിച്ചേ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താ? വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ച ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടം. ദൈവത്തിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, കുദാശയിലുള്ള വിശ്വാസം, പൗരോഹിത്യത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം തകരപ്പെടാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കാൻ പോകുന്ന മക്കളെ. ആ സമയത്ത് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കണമെങ്കിൽ, വിശ്വാസം പതറിപ്പോകാതിരിക്കണമെങ്കിൽ ഒരു കത്തോലിക്കൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റണം. അപ്പൊ നാളെ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഈ അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റുകയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുപറ്റുകയാ. അമ്മയുടെ വിശുദ്ധിയുടെ പ്രത്യേകത എന്താ? സകല വിശുദ്ധരും, സകല വാഴ്ത്തപ്പെട്ടവരും, സകല രക്തസാക്ഷികളും, സകല മാലാഖമാരും, ഇതെല്ലാവരുടെയും വിശുദ്ധി ഒരുമിച്ച് ചേർത്താലും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള വിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ മാതാവിനുള്ളത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എന്തെന്ന് വിളിക്കുന്നേ? അമലോത്ഭവ. പരിശുദ്ധ അമ്മ നിത്യകന്യക, പരിശുദ്ധ അമ്മ ദൈവമാതാവ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി തീരാൻ കാരണം? ജീവിച്ചിരുന്ന സമയത്തും ജനിച്ച സമയത്തും പാപത്തിന്റെ ഒരു കറയോ
പാപത്തിൻ്റെ ഒരു കളങ്കമോ പാപത്തിൻ്റെ ഒരു വാഞ്ചനയോ ഇതൊന്നുമില്ലാതെ ജനിച്ച് വളർന്ന വ്യക്തിയ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടം എന്താ? ദൈവമക്കളുടെ വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ പാപം എത്രമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമോ, ദൈവമക്കളെ പാപത്തിലൂടെ നശിപ്പിക്കാൻ പറ്റുമോ, അപ്രകാരം പാപം ശക്തി പ്രാപിക്കുന്ന, അശുദ്ധി ശക്തി പ്രാപിക്കുന്ന, കന്യാത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് ശരീരത്തിൻ്റെ ആകട്ടെ, മനസ്സിൻ്റെ ആകട്ടെ, പഞ്ചേന്ദ്രിയത്തിൻ്റെ ആകട്ടെ, ഹൃദയത്തിൻ്റെതാകട്ടെ, എല്ലാ മേഖലയിലും വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധി സംരക്ഷിക്കാനായിട്ട് പറ്റണമെങ്കിൽ നമ്മളും ചെയ്യേണ്ട കാര്യം എന്താ? ഇതുപോലെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പ്രതിഷ്ഠിക്കുമ്പോൾ എന്ത് പറ്റും? അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ചോണം. അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുപറ്റുന്നു, അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റുന്നു. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. അമ്മയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തിലെ സകല സൃഷ്ടികളും അവർക്ക് എന്തോരം സ്നേഹമുണ്ടോ, ആ സ്നേഹത്തെക്കാളും വലുതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. അതുകൊണ്ടല്ലേ വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം എന്താ? ഈ ലോകത്തിലെ സകല അമ്മമാരുടെ സ്നേഹം എടുത്ത് ഒരുക്കി വെച്ചാലും ഒരുമിച്ച് വെച്ചാലും അതിനേക്കാളും വലിപ്പമുള്ളതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. ഒരു പിടികൂടി കടന്നുകൊണ്ട് ഈ കാണുന്ന മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ സകല അമ്മമാരും അവരുടെ കുഞ്ഞിന് എന്തോരം സ്നേഹം കൊടുക്കുന്നുണ്ടോ, ആ സ്നേഹത്തെക്കാളും വലുതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. സ്നേഹത്തിന്റെ നിറകുടമാ മക്കളെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ഈ കാലഘട്ടം സ്നേഹം വരണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മറ്റുള്ളവരെ ഇഷ്ടമല്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല, ജീവിത പങ്കാളിയോട് സ്നേഹമില്ല, കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല, മറ്റുള്ളവരോട് സ്നേഹമില്ല, ദൈവത്തോട് സ്നേഹമില്ല, പ്രപഞ്ചത്തോട് സ്നേഹമില്ല. എന്ന് വെച്ചാൽ സ്നേഹം മുരടിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ, സ്നേഹം നഷ്ടമാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ? പരിശുദ്ധി അമ്മയുടെ സ്നേഹത്തിൽ നമ്മൾ പങ്കുപറ്റണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപാവരത്തിൽ നമ്മൾ പങ്കുപറ്റണം. അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപാവരത്തിൽ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട കാര്യം എന്താ? കൃപയാ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ ഉറവിടം യേശുക്രിസ്തുവാണെങ്കിലും കൃപ വിതരണം ചെയ്യുന്ന വ്യക്തി ആരാണ്? പരിശുദ്ധി അമ്മയാ. പരിശുദ്ധി അമ്മയിൽ എന്തുമാത്രം കൃപയാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരേ സമയത്ത് ഒരുപോലെ വിതരണം ചെയ്യാൻ പറ്റുന്ന അത്ര കൃപ പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, കൽപ്പനകൾ പാലിക്കണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? കൃപ വേണം. അപ്പൊ ഈ കൃപ കിട്ടണ എവിടെ നിന്നാ? പരിശുദ്ധി അമ്മയിൽ നിന്നാ. കാരണം ദൈവപിതാവ് കൃപ മുഴുവനും ഒഴുക്കാനായിട്ട് വെച്ചിരിക്കുന്ന, വിതരണം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന വ്യക്തി പരിശുദ്ധി അമ്മയാന്നേ. അപ്പൊ എന്ത് ചെയ്യണം? ഈ കൃപയുടെ നിറകുടമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ആ കൃപയിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തതാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് സമർപ്പണം വഴിയായിട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ പങ്കുചേരുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടല്ലേ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ ആദ്യം പറയുന്ന കാര്യം എന്താ? എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധി അമ്മയ്ക്ക് പറ്റുന്നേ? പ്രിയപ്പെട്ടവരെ, തന്നെ പരിപൂർണമായിട്ട് എളിമപ്പെടുമ്പോൾ. പരിശുദ്ധി നമ്മുടെ ജീവൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. എല്ലാ സ്ഥലങ്ങളിലും അമ്മ എളിമപ്പെടുകയാണ്. അമ്മയ്ക്കറിയാം ദൈവമാതാവാണെന്ന്, താൻ നിത്യകന്യകയാണെന്ന്, അമലോത്ഭവിയാണെന്ന്. പക്ഷെ അമ്മ മാതാവ് ഒരിടത്തും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മഹത്വം സ്വീകരിക്കാനായിട്ട് അമ്മ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് പരിശുദ്ധാത്മാവിന്റെ പരിപൂർണമായിട്ടുള്ള നിറവുണ്ടായിട്ടും പരിശുദ്ധി അമ്മ മാതാവ് ഇത് മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാനായിട്ട്, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചെടുക്കാനായിട്ട് അമ്മ മാതാവ് നോക്കിയിട്ടില്ല. മനുഷ്യരാൽ പ്രകീർത്തിക്കപ്പെടാനായിട്ട് പരിശുദ്ധി അമ്മ നോക്കിയിട്ടില്ല. തൻ്റെ മകൻ്റെ കൂടെ നടന്നുകൊണ്ട് മകൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളിൽ പങ്കുചേർന്ന് ജനത്തിന് ശ്രദ്ധ പിടിച്ചെടുക്കാൻ അമ്മ നോക്കിയിട്ടില്ല. ഒരു ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന കുടുംബത്തിൽ ആരാലും അറിയപ്പെടാതെ താൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ പ്രകീർത്തിക്കാനും മാത്രം നോക്കിയ വ്യക്തിയാണേ നമ്മുടെ പരിശുദ്ധി അമ്മ.
അപ്പോൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നേ? ഈ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുകയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തതായിട്ട് അമ്മ മാതാവിന് സമർപ്പണം നടത്തുന്നതിലൂടെ അമ്മയുടെ ക്ഷമയിൽ നമ്മൾ പങ്കുചേരുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കേ, കാൽവരിയിലെ ആ യാഗത്തിലേക്ക് നോക്കുമ്പോൾ പടയാളികൾ മാറി മാറി യേശുക്രിസ്തുവിനെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അപ്രകാരം വേദനിപ്പിക്കുമ്പോൾ ശാപവാക്ക് പറയുന്നില്ല, അവരോട് ദേഷ്യപ്പെടുന്നില്ല, പിറുപിറുക്കുന്നില്ല, അവരോട് അരോചകമായിട്ട് സംസാരിക്കുന്നില്ല. മറിച്ച് തൻ്റെ മകനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ അനുഗ്രഹിക്കുന്ന, അവർക്ക് ക്ഷമ കൊടുക്കുന്ന ഒരു അമ്മയെ കാണാൻ പറ്റും. അവന്റെ കൂടെ 3 വർഷക്കാലം നടന്ന പത്രോസ് പോലും അവനെ തള്ളിക്കളഞ്ഞപ്പോൾ, യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ, മറ്റു ശിഷ്യന്മാർ ഒളിച്ചോടിയ സമയത്ത് ഈ അമ്മ മാതാവ് ദേഷ്യപ്പെടുന്നില്ല, അവരോട് വൈരാഗ്യം വെക്കുന്നില്ല. മറിച്ച് അവരെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയെ ഉണർത്താനായിട്ട് നോക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നു വെച്ചാൽ ക്ഷമയുടെ നിറക്കുടമാണ് പരിശുദ്ധി അമ്മ. അപ്പൊ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരു ദൈവ പൈതൽ സമർപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നേ? അമ്മയുടെ ക്ഷമയിൽ നമ്മൾ പങ്കുചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തതാണ് പ്രിയപ്പെട്ടവരെ, സമർപ്പണം നടത്തുമ്പോൾ അമ്മയുടെ സഹനത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. പരിശുദ്ധി അമ്മയെ വിളിക്കുന്ന എന്താ? ദൈവപിതാവിന്റെ സഹനദാസി എന്ന് വെച്ചാൽ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ എന്തുമാത്രം പീഡ ഏറ്റെടുത്തോ, എന്തുമാത്രം വേദന ഏറ്റെടുത്തോ, ഇത് മുഴുവനും ഹൃദയത്തിൽ ഏറ്റെടുത്ത വ്യക്തിയാണ് ആര്? പരിശുദ്ധി അമ്മ. അതുകൊണ്ടല്ലേ മോൺഫോർട്ട് പറയുന്നു, വിശുദ്ധ കുരിശിന്റെ അടിയിൽ, അടുത്ത്, അരികിൽ പരിശുദ്ധി അമ്മ നിൽക്കുന്നില്ലെങ്കിൽ കുരിശ് താഴെ വീഴും എന്ന് വെച്ചാൽ സഹനദാസിയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? ഈ സമർപ്പിക്കണം നടത്തിയ മക്കളുടെ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അതിൻ്റെ ഭാരം അമ്മ മാതാവ് ലഘൂകരിക്കുക ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ പുണ്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്കറിയാം, പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിൽ മുഴുവനും പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് എന്തുമാത്രം പുണ്യങ്ങൾ ആവശ്യമുണ്ടോ ആ പുണ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അതിൽ നമ്മൾ പങ്കുപറ്റുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ ജ്ഞാനത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. എന്തിനാ ജ്ഞാനം വേണ്ടത്? ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടതാണ് ജ്ഞാനം. 2, സാത്താന്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയാൻ എന്ത് വേണം? ജ്ഞാനം. പ്രിയപ്പെട്ടവർ, ഈ ജ്ഞാനം കിട്ടിയാലാണ് സത്യം തിരിച്ചറിയാനും നന്മയെ തിരിച്ചറിയാനും നന്മ ചെയ്യുവാനും നമുക്ക് സാധ്യമാകൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ പറയുന്നൊരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ജോസ് മരിയ പറയുന്ന കാര്യപ്രകാരമാണ്, വേദപാരംഗത എന്ന നാമത്തിന് ഏറ്റവും അർഹയായവൾ നമ്മുടെ അമ്മ തന്നെയാണ്. ദൈവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവ് അവൾക്കാണുള്ളത്. തനിക്കായി പ്രതിഷ്ഠിക്കുന്നവരിലേക്ക് മറിയം തൻ്റെ ജ്ഞാനം എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ മക്കളെ, ആ ജ്ഞാനം നോക്കിക്കേ. 1 വിശ്വാസം, 2 വിശുദ്ധി, 3 സ്നേഹം, 4 കൃപകള്, 5 മഹത്വം, 6 ക്ഷമ, 7 സഹനം, 8 ജ്ഞാനം, 9 പുണ്യങ്ങൾ. ഇതിലെല്ലാം നമ്മൾ നിറയുക, അതിലെല്ലാം പങ്കുപറ്റുക നമ്മൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അമ്മ മാതാവിന് ഒരു ദൈവ പൈതൽ ഇതുപോലെ 33 ദിവസം ഒരുങ്ങി പ്രതിഷ്ഠിച്ചാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവിധ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് കാത്തുപാലിക്കുകയും ഒപ്പം വീഴ്ചകളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനിയുള്ള കാലഘട്ടം നോക്കിയ സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. അവനവൻ്റെ സകല സൈന്യങ്ങളുമായിട്ട്, സകല കാര്യങ്ങൾ ആയുധവുമായിട്ട് ഈ ലോകത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടേക്കുക. അപ്പോൾ അവൻ്റെ കുടില തന്ത്രങ്ങളിൽ, അവൻ വയ്ക്കുന്ന കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ മക്കളെ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്ക്. അപ്പോൾ അവൻ വെക്കുന്ന കെണികളിൽ, അവൻ വെക്കുന്ന ആക്രമണങ്ങളിൽ നമുക്ക് സംരക്ഷണം അമ്മ മാതാവ് ഒരുക്കും.
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്, ഓ പരിശുദ്ധ മറിയമേ, എനിക്കായി ഒന്നും മാറ്റിവെക്കാതെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് തരുന്നു, എന്നെ സ്വീകരിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ എല്ലാ ആപത്തുകളിൽ നിന്നും വ്യാധികളിൽ നിന്നും സംരക്ഷണം. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, നീ അപകടത്തിലാണെങ്കിൽ മറിയത്തിന്റെ പക്കലേക്ക് തിരിയുക, നീ രക്ഷപ്പെടും, ആശ്വസിപ്പിക്കപ്പെടും. അതുകൊണ്ട് മക്കളെ, നമുക്ക് ഈ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരുന്നോണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ പെട്ടെന്നുള്ളതും അനുദപിക്കാൻ സമയം ലഭിക്കാത്തതുമായ മരണത്തിൽ നിന്നും സംരക്ഷണം. നമുക്കറിയാം, സാത്താൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന സമയം മരണസമയമാണ്. അവൻ്റെ സൈന്യവുമായിട്ട് വരും, അവൻ്റെ ആയുധങ്ങളുമായിട്ട് വരും. എന്നിട്ട് സകല മക്കളെയും തകർക്കാൻ നോക്കും, എല്ലാ കടികളും ഒരുക്കും. പ്രത്യേകിച്ച് നിരാശ, കുറ്റബോധം, രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി, ഇതൊക്കെ തന്നുകൊണ്ട് അവൻ്റെ രാജ്യത്തിലേക്ക് ഒരുക്കുന്ന സമയമാണ്. എന്നാൽ പരിശുദ്ധി അമ്മയ്ക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മക്കളെ അവന് തൊടാൻ പറ്റില്ല, അവനെ കെണിവെക്കാൻ പറ്റില്ല, അവന് പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, കാരണം ഇത് അമ്മയുടെ കുഞ്ഞാണ്, അമ്മ അവരെ സംരക്ഷിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രതിഷ്ഠിച്ചാൽ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, എല്ലാ അപകട മരണത്തിൽ നിന്നും സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മറ്റൊരു കാര്യമാണ്, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ നരകത്തിൽ നിബന്ധിക്കുന്നതിൽ നിന്നും സംരക്ഷണം. അമ്മയ്ക്ക് സമർപ്പിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നരകാഗ്നിയിൽ പോയി വീഴാൻ അമ്മ സമ്മതിക്കില്ല. അമ്മ പൊതിയുന്നേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മക്കളെ, ഇത് ചെയ്യാൻ. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആത്മീയ പിതാക്കന്മാരും പറയണേ, മക്കളെ, ഈ പ്രതിഷ്ഠയിലൂടെയാണ് നരകാഗ്നിയിൽ പോയി പതിയാതിരിക്കാനായിട്ട് പറ്റൂ. ആദ്യമായി പരിശുദ്ധി അമ്മ പറഞ്ഞേക്കണേ കാര്യമാണ്, ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ പീഡകളിൽ നിന്നും മോചനം കിട്ടുന്നു. മരിച്ചൊരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും അവിടെ നിന്നും പരിശുദ്ധി അമ്മ പെട്ടെന്ന് രക്ഷിക്കും. നമ്മൾ കണ്ടായിരുന്നല്ലോ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട മക്കൾ, ജപമാല ഭക്തിയുള്ള മക്കൾ, ഉത്തരീയ ഭക്തിയുള്ള മക്കൾ എന്ത് ചെയ്യും? അവർ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ ശനിയാഴ്ച തന്നെ പരിശുദ്ധി അമ്മ മാതാവ് സന്ദർശിച്ചുകൊണ്ട് അവരെ രക്ഷിക്കും. അപ്പൊ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അവരെന്ത് ചെയ്യും? അമ്മ മാതാവ് രക്ഷിക്കും, മോചിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ്, നമ്മെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കുകയും സ്വർഗഭാഗ്യം നേടിത്തരികയും ചെയ്യും. നമുക്ക് സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ഈശോയുടെ സ്വന്തമായി തീരും. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, നിനക്ക് നിത്യരക്ഷ ഉറപ്പാക്കണമെങ്കിൽ, ഒളിമങ്ങാത്ത കിരീടം സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശരണം ഗമിക്കുക. മറ്റുള്ളവർ അവളെ സ്നേഹിക്കാനും അറിയാനും ഇടയാകാൻ നീ പരിശ്രമിക്കുക. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, പരിശുദ്ധി അമ്മയ്ക്ക് ശരണം ഗമിക്കുക. രണ്ട്, പരിശുദ്ധി അമ്മയെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കാനായിട്ട് നീ ഇടയാക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്വർഗം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മെ മറിയത്തിന്റെ വിജയത്തിൽ പങ്കുചേർക്കുക. അതുകൊണ്ടല്ലേ പറയുന്ന, പരിശുദ്ധി അമ്മ പറയുന്നു, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം പ്രാപിക്കും. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട മക്കൾ എന്ത് ചെയ്യും? അവസാനം നിത്യസ്വർഗത്തിൽ എത്തിച്ചേരും. അമ്മയെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്. പ്രത്യേകിച്ച് മിസ്റ്റർ ബ്രിജിത്ത് പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തിൽ ഞാൻ എൻ്റെ അമ്മയെ അതിരറ്റ ശോഭയിൽ കണ്ടെത്തും, അവളോടൊപ്പം ഞാൻ ഈശോയുടെ സന്തോഷത്തിൽ ആനന്ദിക്കും. മിസ്റ്റർ ഡോൺ ബോസ്കോ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, ദൈവത്തിനും അവിടുത്തെ അനുഗ്രഹീതമായ മാതാവിനും അസാധ്യമായിട്ടൊന്നുമില്ല. മിസ്റ്റർ അഗസ്തീനോസ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, എല്ലാവരുടെയും നാവുകൾ ഒരുമിച്ച് കൂട്ടിയാലും ഓരോരുത്തരുടെയും എല്ലാ അവയവങ്ങളും നാവായി മാറിയാലും മറിയം അർഹിക്കുന്ന രീതിയിൽ സ്തുതിക്കപ്പെടുവാനായിട്ട് അവയൊന്നും മതിയാവില്ല എന്ന് വെച്ചാൽ, മക്കളെ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചോ, അമ്മ ആ വ്യക്തിയെ അനുഗ്രഹിച്ചുയർത്തും.
ഞാൻ പറഞ്ഞല്ലോ, ഈ 9 കാര്യങ്ങളിലും ഒപ്പം സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും, സാത്താൻ്റെ തകർച്ചയിൽ നിന്നും, അവൻ ഉളവാക്കുന്ന കാര്യങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഇതെല്ലാം രക്ഷിക്കുക, സ്വർഗരാജ്യത്തിലെത്തിക്കുക. അപ്പോൾ നാളെ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ മക്കളെ ഇതെല്ലാം നമുക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേ